എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ എന്തിനാണ് പ്രണയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതൊരു കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇത് കാലാതീതമായിരിക്കും. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ എന്തിനാണ് പ്രണയിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ആദ്യത്തെ പൈലായ ചൈൽഡ് അഥവാ കുട്ടി എന്നുള്ള പൈലെടുക്കാം. യഥാർത്ഥത്തിൽ പൈൽ എന്നല്ല പറയേണ്ടത്, കാരണം എല്ലാവർക്കും ബാധകമാണ് ഈ 3 കാർഡുകളും. ഓരോരുത്തരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം ആ വ്യക്തി എന്തുകൊണ്ടാണ്, കോമൺ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്, ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളിൽ കാണുന്ന കുട്ടിത്തമുള്ള സ്വഭാവത്തെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. മധുരത്വം, സൗമ്യത, നിർമ്മലമായ മനസ്സ്, നിഷ്കളങ്കമായ മനസ്സ്, അതെല്ലാം ഈ വ്യക്തിയെ ആകർഷിക്കുന്നുണ്ട്. അതായത് നിങ്ങളത്രയും നിഷ്കളങ്കമായാണ് ആ വ്യക്തിയോട് പെരുമാറുന്നത്. നിങ്ങൾ സ്വാഭാവികമായൊരു കുട്ടിയുടേതുപോലുള്ള സത്യസന്ധതയും കൗതുകമുള്ളൊരു വ്യക്തിയായിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്. നിങ്ങളുടെ എളിമയും സൗമ്യതയും ആ വ്യക്തിയെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. നിങ്ങളുടെ നിഷ്കളങ്കത ആ വ്യക്തിയിലേക്ക് ഒരുപാട് ആകർഷിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും ആ ഒരു കാരണം കൊണ്ടായിരിക്കാം. നിങ്ങളുടെ നിഷ്കളങ്കത മറ്റൊരിടത്തും ആ വ്യക്തി കണ്ടില്ല, മറ്റൊരു വ്യക്തിയിലും കണ്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ സൗമ്യതയും നിഷ്കളങ്കതയും, ഒരു കുഞ്ഞിൻ്റെ ലാളിത്യത്തോടെയുള്ള നിങ്ങളുടെ പെരുമാറ്റവും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നിങ്ങളിൽ ആ വ്യക്തിക്ക് വ്യത്യസ്തമായി തോന്നിയത്. അത് മറ്റാരിലും കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളിലെ ആ വ്യത്യസ്തത ആ വ്യക്തി ആവോളം നുകരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് നിഷ്കളങ്കമായ നിങ്ങളുടെ പെരുമാറ്റമാണ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് എന്ന് കൃത്യമായിട്ട് പറയാം. അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിച്ചത്. അതായിട്ട് നമുക്ക് രണ്ടാമത്തെ കുറുക്കൻ അഥവാ ഫോക്സ് എന്ന് പറയുന്ന ഒരു കാർഡാണുള്ളത്. ആ കാർഡ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രണയിക്കാൻ ഉള്ള കാരണത്തെക്കുറിച്ച്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ചാതുര്യമായ വിവേകം, ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള തന്ത്രപരമായ ശക്തി വ്യക്തിയെ ആകർഷിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ളതും കൃത്യമായ തീരുമാനം എടുക്കാനുള്ള കഴിവ്, സ്മാർട്ട് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരെ ആകർഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, ഒരുപക്ഷെ ഒരു സുഹൃത്തായിട്ടോ അറിയപ്പെടുന്ന സമയത്തോ നിങ്ങളെ കാണുന്ന സമയത്തോ നിങ്ങളുടെ അപ്രകാരമുള്ള ആ ഒരു കഴിവാണ് ആ വ്യക്തിയെ ആകർഷിക്കുന്നത്. ഇത്തരത്തിൽ കഴിവുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്, എൻ്റെ ജീവിതത്തിൽ വേണം എന്നുള്ളത് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ആ വ്യക്തിയെ പല ദുർഘട സാഹചര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആ വ്യക്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നിങ്ങൾ വലിയ ബുദ്ധിയോ കഴിവുള്ള ആളാകണമെന്ന് നിർബന്ധമില്ല. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്കുള്ള സ്നേഹം വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ നയപരമായ തീരുമാനം എടുക്കുന്നതിനും ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അങ്ങോട്ട് ചെന്ന് ഉപദേശിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങളെ സ്നേഹിച്ചത് നിഷ്കളങ്കത കൊണ്ട് മാത്രമല്ല. ആദ്യത്തെ കാർഡിൽ നമ്മൾ പറഞ്ഞത് നിഷ്കളങ്കത കൊണ്ട് സ്നേഹിച്ചു, അതൊരു വശമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ രണ്ടാമത്തെ സവിശേഷത, നിങ്ങളുടെ ഇത്തരത്തിലുള്ള സവിശേഷത ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഉപദേശിച്ച് നേരെയാക്കി അത് വിജയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ചാരുതമായ പെരുമാറ്റം അല്ലെങ്കിൽ ആ സ്വഭാവം, അത് ആ വ്യക്തിയെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ അതിൻ്റെ അലയൊലികളുണ്ട്. നിങ്ങളുടെ കഴിവിനെ ആ വ്യക്തി മാനിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ട്, ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എന്തുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ വന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. അതായിട്ട് നമ്മുടെ ഈ കാർഡുകളിലെ മൂന്നാമത്തെ കാർഡ്, ഇതെല്ലാം കാരണമാകും. ഇതെല്ലാം കൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ഇതിലേതെങ്കിലും ചിലർക്കൊക്കെ കൂടുതലായിട്ട് വന്നേക്കാം, ആ കാര്യം കൊണ്ട് മാത്രമാക്കാൻ. അടുത്തൊരു ബി അഥവാ കരടി എന്ന ആ ഒരു കാർഡിലേക്ക് പോകാം. എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിലുള്ള ശക്തിയും സംരക്ഷണ സ്വഭാവവും അവരെ ആകർഷിക്കുന്നു. നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്നതും ആർക്കും മുന്നിൽ ഭയക്കാതെ ഉറച്ചു നിൽക്കുന്ന കഴിവും, നിങ്ങളുടെ കഴിവും അവരെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ താങ്ങും തണലുമായി ആയിരിക്കാൻ കഴിയുമെന്ന ബോധമാണ് അവരെ ഈ ബന്ധത്തിൽ ആകർഷിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഈ കരടി എന്ന് പറയുന്ന കാർഡ് നേരെ പറഞ്ഞിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു സംരക്ഷകനോ സംരക്ഷകയായിട്ടാണ്. ജീവിതത്തിൽ മറ്റൊരിടത്തും കിട്ടാത്ത സംരക്ഷണം നിങ്ങളുടെ അടുത്ത് കിട്ടും.
നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന നിലപാടുള്ള നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങളെ ആ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ പണമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗന്ദര്യമോ ഒന്നുമല്ല. അതൊന്നുമല്ല നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും താഴാതെയും തളരാതെയും ആത്മവിശ്വാസത്തോടെ നിലനിൽക്കും. നിങ്ങൾ ശക്തി ഉപയോഗിച്ച് ആ വ്യക്തിയെ സഹായിക്കും എന്നുള്ളൊരു ഉറപ്പ് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പിന്മേൽ ആ വ്യക്തി തീർച്ചയായും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് ആ വ്യക്തിയിൽ കിട്ടിയിരിക്കുന്നു. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ട്. ജീവിതത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങളൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്. അത് വലിയൊരു കാരണമാണ്. ഈ 3 കാർഡുകളിൽ പറയുന്നതും ഒരുപക്ഷെ കുറേശ്ശെയോ അല്ലെങ്കിൽ ഒന്ന് കൂടുതലായോ മറ്റൊന്ന് കുറവായിട്ടൊക്കെ നിങ്ങളിലേക്ക് ബാധിച്ചേക്കാം. ആ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിച്ചേക്കാം. അത് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.